നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചാപ്റ്റർ 3 ആയിട്ടുള്ള ഫ്ലവർ ടു ഫ്ലവർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. എന്താണ് നമ്മളറിയാം, നമുക്ക് ഡെയിലി നമ്മൾ കാണുന്നതാണ് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും. നമ്മളൊരു ഗാർഡനിലേക്ക് പൂന്തോട്ടത്തിലോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രശലഭങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമൺലി കാണുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഹിബിസ്കസ്, ചെമ്പരത്തി കാണുന്നുണ്ട്, റോസ് കാണുന്നുണ്ട്, മുല്ലപ്പൂവായ ജാസ്മിൻ, ഇതൊക്കെയാണ് നമ്മൾ നോർമലി കാണുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ഫ്ലവേഴ്സും ഒരേപോലെയാണോ? ജാസ്മിനെ പോലെ എല്ലാ ഹിബിസ്കസ് ഇരിക്കുന്നത് അല്ലെങ്കിൽ റോസ് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണ്? ദറ്റ് ഈസ് ഏതൊക്കെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോഴാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആവുന്നത്? മെയിൻ ആയിട്ട് 4 ഫാക്ടേഴ്സ് ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ നമ്പർ ഓഫ് പെറ്റൽസ്, അതിൻ്റെ കളർ, ഫ്രാഗ്രൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പും സൈസും ആണ്. ചില ഫ്ലവേഴ്സിനാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. ഇപ്പോൾ മുല്ലപ്പൂവിനാണെങ്കിൽ അതിന് പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും, ഹിബിസ്കസിന് ആ ഒരു സ്മെല്ലില്ല. അപ്പോൾ അങ്ങനെ ഓരോ ഫ്ലവേഴ്സും വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സാണ് അതിന് എന്താ പറയുക നമുക്ക് വേർതിരിക്കുന്നത് ഓരോ ഫ്ലവേഴ്സിന്. അപ്പോൾ അതിന് ഏതൊക്കെ ഇതിന് ആസ്പെക്റ്റിലാണ് അത് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? നമ്പർ ഓഫ് പെറ്റൽസും ഷേപ്പും സൈസും അതുപോലെ തന്നെ കളറും ഫ്രാഗ്രൻസും ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഇപ്പോൾ ഡെക്കറേഷൻസിനായാലും അല്ലെങ്കിൽ ചില സെലിബ്രേഷൻസിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മാത്രമൊന്നുമല്ല ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പെർഫ്യൂംസ് ഉണ്ടാക്കാനും സെൻറ്റ് ഉണ്ടാക്കാനും പിന്നെ ജസ്റ്റ് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമ്മൾ വെക്കാറുണ്ട്. ഇനി വാട്ട് മേ ബി ദ യൂസ് ഓഫ് ഫ്ലവർ ഫോർ പ്ലാന്റ്സ്? നമുക്ക് എന്താണ് യൂസ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? പെർഫ്യൂമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ചെടിക്ക് ഒരു ഫ്ലവർ എന്ന് പറയുന്നത് അതിന് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ആ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. സോ ഫ്ലവർ എൻഹാൻസസ് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ഫോർ എ പ്ലാന്റ്. ഒരു ചെടിക്ക് അതിന് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ നടക്കാനുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പാർട്സ് ഓഫ് എ ഫ്ലവർ ആണ്. മെയിൻ ആയിട്ട് അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് അതിൻ്റെ പെഡിസലാണ്. തലാമസ്, കാലിക്സ്, കൊറോള, ആന്ത്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പെഡിസലാണ്. പെഡിസൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിനെ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് പെഡിസൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് കണക്ട്സ് ദ പാർട്ട് ഓഫ് ദ ഫ്ലവർ വിത്ത് എ പ്ലാന്റ്. പ്ലാന്റിന്റെ ഫ്ലവറുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് പെഡിസൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ തലാമസ് ആണ്. തലാമസ് എന്ന് പറയുന്നത് ഒരു പൂവിന്റെ പല ഭാഗങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഭാഗമാണ് നമ്മുടെ തലാമസ് എന്ന് പറയുന്നത്. സോ തലാമസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹോൾഡ്സ് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ഫ്ലവർ. ഇനി അടുത്ത പാർട്ടാണ് കാലിക്സ്. കാലിക്സ് എന്തിനാണ്? കാലിക്സ് എന്ന് പറയുന്നത് അതൊരു ബഡ് ആയിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു മുട്ടായിരിക്കുന്ന സമയത്ത് ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മാത്രമല്ല പൂവ് വിരിയുന്ന സമയത്തും അതിൻ്റെ ഇതളുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കാലിക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട് ദ ഫ്ലവർ വെൻ ഇറ്റ് ഇസ് എ ബഡ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഹോൾഡ് ദ പെറ്റൽ ആഫ്റ്റർ ഇറ്റ് ബ്ലൂംസ്. അത് വിരിയുന്ന സമയത്തും അതിൻ്റെ ആ ഒരു ഇതളുകളെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് കാലിക്സ് ഉള്ളത്. ഇനി കൊറോള എന്തിനാണ്? പെറ്റൽസിനെ തന്നെ വിളിക്കുന്ന വേറെ പേരാണ് കൊറോള എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് പെറ്റൽസ് ആർ കളക്റ്റീവ്ലി കോൾഡ് കൊറോള. ഈ കൊറോളയാണ് നമുക്ക് മെയിൻ ആയിട്ടും ആ ഒരു ഫ്ലവറിന് കളറും ഫ്രാഗ്രൻസും അട്രാക്ഷനും ഒക്കെ നമുക്ക് കിട്ടുന്നത്. സോ അറ്റ് ദ ഫംഗ്ഷൻ ഓഫ് കൊറോള ഇറ്റ് പ്രൊവൈഡ് കളർ, ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്ഷൻ ടു ദി ഫ്ലവേഴ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഓഫ് എ ഫ്ലവർ ആണ്. അതാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. അതാണ് ആന്ത്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ആന്ത്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. സോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഗൈനീഷ്യം എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ജി. സോ ദാറ്റ് ഇസ് ഫോർ ഗേൾസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ടാന്ന് പറയാം. ആന്ത്രീഷ്യം എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇനി ആന്ത്രീഷ്യം എന്ന് പറയുമ്പോൾ 2 പാർട്സ് ആണ് അതിനുള്ളത്. ഒന്ന് ആന്തറും ഫിലമെന്റും ആണ് ആന്ത്രീഷ്യം എന്ന് പറയുന്നത്. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഓവറി, സ്റ്റിഗ്മ, സ്റ്റൈൽ. ഈ 3ന്റെയും 3 ആണ് ഈ ഗൈനീഷ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് എടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മളിതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കറിയാം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഫ്ലവറിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി സീഡ്ലിങ്സ് എങ്ങനെയാണ്? ജെർമിനേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് സീഡ് ഫോം ചെയ്തിരിക്കുന്നത്. ആ സീഡ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു.
ഇനി എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഓർഗാനിസം പ്രൊഡ്യൂസ് എ യങ് വൺസ് ടു റീറ്റെയിൻ ദിയർ ആൻസിസ്ട്രി. അവരുടെ ആ ഒരു ജനറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗാനിസംസ് അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഫ്ലവറിന്റെ കേസസിലാണെങ്കിൽ ഫ്ലവർ ആണ് ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മുടെ ഫ്ലവറിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെമ്പരത്തി എടുക്കുമ്പോൾ നമുക്കറിയാം അതിലൊരു മഞ്ഞ കളറായിട്ടുള്ള പോളൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കയ്യിലെടുത്ത് അത് നമ്മൾ സ്ലൈഡിലേക്ക് വെച്ച് മൈക്രോസ്കോപ്പിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പോളൻ ഗ്രെയിൻസ് നമുക്ക് നല്ല മൈക്രോസ്കോപ്പിക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി എന്താണ് ഗൈനീഷ്യം ആന്ത്രീഷ്യം തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് പറയാനായിട്ട് പറ്റുന്നത് വെച്ചാൽ, ഗൈനീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ആന്ത്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഗൈനീഷ്യത്തിൽ കാണുന്ന പാർട്സ് എന്ന് പറയുന്നത് ഓവറി ഉണ്ട്, സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈൽ ഉണ്ട്. ഇനി ആന്ത്രീഷ്യത്തിലാണെങ്കിലോ നമുക്ക് കാണാൻ പറ്റുന്നത് ആന്തറും ഫിലമെന്റും ആണ്. ഇനി നമ്മൾക്ക് വേണ്ട എഗ് എന്ന് പറയുന്ന ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള എഗ് കാണുന്നത് ഏതിലാണ്? ഗൈനീഷ്യത്തിലാണ്. ഈ എഗ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഓവറിയുടെ ഉള്ളിലാണ്. ഓവറിയുടെ ഉള്ളിൽ വെറുതെ അല്ല കിടക്കുന്നത്. എഗ് ഇസ് ഇൻസൈഡ് സീൻ ഇൻ ദി ഒവ്യൂൾ ഇൻസൈഡ് ദ ഓവറി. ഓവറിയുടെ ഉള്ളിൽ നമുക്ക് ഒവ്യൂൾ കാണാം. ഈ ഒവ്യൂളിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ എഗ് കാണുന്നത്. ഇനി നമുക്ക് വേണ്ട മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള മെയിൽ ഗാമേറ്റ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിനിലാണ്. ഈ പോളൻ ഗ്രെയിൻ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഈ ആന്ത്രീഷ്യത്തിന്റെ ആന്തറിലാണ് നമുക്ക് കാണുന്നത്. സോ ദാറ്റ് ഇസ് എഗ് ഇസ് സീൻ ഇൻ ദ ഒവ്യൂൾ ഇൻസൈഡ് ദ ഓവറി ആൻഡ് മെയിൽ ഗാമേറ്റ് ഇസ് സീൻ ഇൻ ദ പോളൻ ഗ്രെയിൻ ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദ ആന്തർ ഓഫ് ദി ആന്ത്രീഷ്യം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഫ്ലവേഴ്സ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒന്ന് ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും. അത് നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആന്ത്രീഷ്യം ഗൈനീഷ്യത്തിന്റെ പ്രസൻസിലാണ്. ഇപ്പോൾ ആന്ത്രീഷ്യം ഗൈനീഷ്യം മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻ പാർട്ട് ഒരു ഫ്ലവറിൽ തന്നെ കാണുവാണെങ്കിൽ അതിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്നും, എന്നാൽ ആന്ത്രീഷ്യം ഗൈനീഷ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവറിലാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്ലവറിൽ കാണുവാണെങ്കിൽ അതിന് യൂണിസെക്ഷൽ ഫ്ലവർ എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ഹിബിസ്കസ്, ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചാള്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബ്രിഞ്ചാള്, അതുപോലെ തന്നെ ക്ലൈറ്റോറിയ എന്ന് പറയുന്നതൊക്കെ എന്താണ്? ബൈസെക്ഷൻ ആണ്. ഇവർക്കെന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിൽ ആന്ത്രീഷ്യം ഗൈനീഷ്യം അവരുടെ ആ സെയിം ഫ്ലവറിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില വേറെ ഇത് നമ്മുടെ പപ്പക്കായ, അതുപോലത്തെ പപ്പായ, പംകിൻ, കുക്കുംബർ, ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ്, ആഷ് ഗാർഡ്, അതുപോലെ തന്നെ കോക്കനട്ട്, ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും പല രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിലാണ് കാണുന്നത്. സോ അതിനെയാണ് യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്നാണ്. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ. നമുക്ക് നമ്മുടെ മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനും മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിനിൽ നിന്നും വരണം, അതുപോലെ തന്നെ നമ്മുടെ എഗ് ഓവറിയിലും വരണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന എഗ്ഗും ഈ മെയിൽ ഗാമേറ്റും കൂടി ഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോളൻ ഗ്രെയിൻ ആ ഓവറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു വഴി വേണം. ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്? മെയിൽ ഗാമേറ്റ് ഈ പോളൻ ഗ്രെയിൻ എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓവറിയിലേക്ക് എത്തും. ഓവറിയിലേക്ക് എത്തിയതിനു ശേഷം അവിടെയുള്ള എഗ്ഗുമായിട്ട് ഇത് ഫ്യൂസ് ചെയ്യും. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഓവറിയുടെ ഉള്ളിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ മെയിൽ ഗാമേറ്റ് ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രോസസ്? എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിനിൽ നിന്ന് വരുന്ന മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഓവറിയുടെ അവിടെ എത്തും. ഓവറിയുടെ അവിടെ എത്തിയതിനു ശേഷം ഈ ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? നമ്മുടെ എഗ് ഉണ്ട് വെച്ചാൽ നമ്മുടെ മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിനിൽ നിന്ന് വരുന്ന മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഓവറിയുടെ അവിടെ എത്തും. ഓവറിയുടെ അവിടെ എത്തിയതിനു ശേഷം ഈ ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? നമ്മുടെ എഗ് ഉണ്ട്. അപ്പൊ ആ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫ്രൂട്ട് കിട്ടുവാണ് ചെയ്യുന്നത്. ഇനി
കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളൻ ഗ്രെയിന് നമ്മുടെ ആന്തരീക്ഷത്തിന്റെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻ വരണം. എന്നിട്ട് അത് സ്റ്റിഗ്മയിലേക്ക് എത്തിയാൽ മാത്രമാണ് എന്ത് നടക്കുകയുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. സോ അപ്പോൾ എന്ത് ചെയ്യണം, ആ ആന്തറിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യണം, ഓവറിയിലേക്ക് എത്തണം. അപ്പൊ അതാണ് അതിന്റെ പാത്വേ എന്ന് പറയുന്നത്. ഇനി ചില മെയിലും ഫീമെയിൽ ആയിട്ടുള്ള പ്ലാന്റ്സസ് ഉണ്ട്. ഇപ്പൊ ഫാൻ പാം, അതുപോലെ ഗാംബൂജ് എന്ന് വെച്ചാൽ കൊടംപുളി, അതുപോലെ നട്ട്മഗ്, ആ ഉള്ള ചെടികളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടംപുളിയൊക്കെ എടുക്കുവാണെങ്കിൽ അവർക്കെന്ന് പറഞ്ഞാൽ മെയിൽ പ്ലാന്റും ഉണ്ട്, ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. മെയിൽ പ്ലാന്റിലാണെങ്കിൽ മെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും, ഫീമെയിൽ പ്ലാന്റിലാണെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സും ആണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ്, എഗ്ഗ് നമ്മളെ മെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വേണം. കാരണം ഈ പോളൻ ഗ്രെയിൻ വെറുതെ എന്ത് ചെയ്യില്ല, ഓവറിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിലേക്ക് എത്തുന്നില്ല. ആ എത്തുന്ന മെത്തേഡാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ. ഈ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന ആ ഒരു പോളൻ ഗ്രെയിൻ എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, പോളിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോർമലി ഉള്ള ഓർഗാനിസംസ് പോളിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ പറയാ, ഫ്ലൈസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ബീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. അങ്ങനെ പല പല ഫാക്ടേഴ്സ് നമുക്ക് പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ചില ഫ്ലവേഴ്സിൽ നമുക്ക് ഫോൾ ഓർഡർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ എലിഫന്റ് യാം അല്ലെങ്കിൽ ടാറോ എന്ന് വെച്ചാൽ നമ്മുടെ ചേമ്പും ചേന, അത് ഞാൻ പറയാം. അപ്പോൾ ചേമ്പിൻ്റെയും ചേനയുടെ പൂക്കൾ നോക്കുന്ന സമയത്ത് അതിനൊരു പൊട്ട സ്മെല്ലായിരിക്കും ഉണ്ടാവുക, ഒരു ഫൗൾ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൗൾ സ്മെല്ലാണ് അതിൽ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫൗൾ സ്മെല്ലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൈസ് ആണ് അതിന് പോളിനേഷൻ നടത്തുന്നത്. സോ ദ ഫൗൾ ഓർഡർ ഈസ് ടു അട്രാക്ട് ദ ഫ്ലൈസ്. ആ ഒരു ഫൗൾ ഓർഡർ ഉണ്ടാവുന്നത് എന്തിനാണ്, ഈ ഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, ആകെ ബട്ടർഫ്ലൈസ്, ഹണി ബീസ്, ബേർഡ്സ് അത് മാത്രം എന്താ പറയുക, അങ്ങനെയുള്ള പല ഓർഗാനിസംസും ഉണ്ട്. പക്ഷെ അതുകൂടാതെ തന്നെ നമുക്ക് പോളിനേഷൻസ് എന്ത് വഴി നടത്താൻ പറ്റും, നമുക്ക് ഈ ഒരു വിൻഡും വാട്ടർ വഴി നമുക്ക് പോളിനേഷൻ നടക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പാഡി ഫീൽഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പോളൻ ഗ്രെയിന് ഈ സ്റ്റിഗ്മയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വിൻഡിന് ഈ ഒരു പോളൻ ഗ്രെയിനെ നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് എത്തിക്കാൻ പറ്റും. സോ പോളൻ ഗ്രെയിൻസ് pollinating water and wind are also pollinating agent and pollination plants like paddy, wheat, maize and sugarcane occurs through wind. വിൻഡിലൂടെയാണ് നമ്മുടെ പാഡി ആയാലും മെയ്സ് ആയാലും ഷുഗർ കെയിൻ ആയാലും അതുപോലെ തന്നെ വീറ്റിലൊക്കെ പോളിനേഷൻ നടക്കുന്നത്. ഇനി പോളിനേറ്റിംഗ് ഏജന്റ് ഇൻ പെപ്പർമിന്റ്, നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളകിന്റെ ചെടിയിൽ എന്ന് പറഞ്ഞാൽ പോളിനേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂ ഡ്രോപ്സ് ആണെങ്കിൽ നമ്മുടെ വെള്ളം വെച്ചിട്ടാണ് അതിൽ പോളിനേഷൻ നടക്കുന്നത്. അപ്പൊ വിൻഡ് വഴി പോളിനേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഡി, വീറ്റ്, മെയ്സ്, ഷുഗർ കെയിൻ. പിന്നെ വാട്ടർ വെച്ചിട്ട് പോളിനേറ്റ് ചെയ്യുന്നത് പെപ്പർമിന്റ് അല്ലെങ്കിൽ പെപ്പർ പ്ലാന്റിലാണ് വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് വിൻഡ്, വാട്ടർ, അതുപോലെ തന്നെ ഫ്ലൈസ്, ഇതൊക്കെ നമ്മൾ നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പോളിനേഷനാണ്. പക്ഷേ ചില കേസസിൽ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യലി ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ അതിനുള്ള ശരിക്കുള്ള സോഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദ പോളൻ ഗ്രെയിൻസ് ഫ്രം സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ കളക്റ്റഡ് ആൻഡ് ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദി അതർ പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി സീഡ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയുടെ അവിടേക്ക് നമ്മൾ ഡസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ വെതറുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അതേ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സീഡ് കിട്ടും. കാരണം നമ്മൾ എടുക്കുന്ന പോളൻ ഗ്രെയിൻ എന്താണ്, ഹൈ ക്വാളിറ്റി ഉള്ള ഇതായിരിക്കും. അപ്പൊ അത് നമ്മൾ ഈ പ്ലാന്റിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സീഡ് എന്തായിരിക്കും, ഹൈ ക്വാളിറ്റി ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് ഹണി ബീയുടെ ഒരു ക്ലസ്റ്ററാണ് മെലിപ്പോഡ എന്ന് പറയുന്നത്.
ഈ മെലിപ്പോണ എന്ന് പറഞ്ഞാൽ വാനിലേനെ പോളിനേറ്റ് ചെയ്യുന്ന ഒരു തരം ഹണിബീയുടെ ഗ്രൂപ്പാണ്. പക്ഷെ അത് മെക്സിക്കൻ ഫോറസ്റ്റിലാണ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അഡോപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ മെലിപ്പോണ എന്ന് പറയുന്ന ബീസ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യില്ല, നമ്മുടെ കൺട്രിയിൽ അത് ഗ്രോ ചെയ്യുന്നില്ല. സോ നമുക്കത് എന്താ പറയുക, നമുക്ക് വാനില കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മെലിപ്പോണയുടെ എന്താ പറയുക പോളൻ ഗ്രെയിൻസ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി ജേർണി ഓഫ് പോളൻ ഗ്രെയിൻസ്. നമ്മൾ പോളൻ ഗ്രെയിൻസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു, നമ്മൾ പോളിനേഷൻ വഴിയാണ് അത് സ്റ്റിഗ്മയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണെന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ പോളൻ ഗ്രെയിൻസ് സെയിം ഫ്ലവറിൻ്റെ അല്ലാതെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ മേലെ അത് വീഴാറുണ്ട്, സ്റ്റിഗ്മയിലേക്ക് വീഴാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പോൾ പത്തങ്ങയുടെ പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യാം, ചില സമയത്ത് ആഷ് ഗാർഡ് ഫ്ലവറിൻ്റെ മേലെ വീഴാറുണ്ട്. ചിലപ്പോൾ ആഷ് ഗാർഡ് ഫ്ലവറിൻ്റെ പോളൻ തന്നെ ആഷ് ഗാർഡ് ഫ്ലവർ. അപ്പോൾ സെയിം ആയിട്ടുള്ള പോളൻ സെയിം ആയിട്ടുള്ള ആ പ്ലാന്റിന്റെ അതിലേക്ക് വീഴുമ്പോഴാണ് കുറച്ചും കൂടി പോളിനേഷൻ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത് എഫക്റ്റീവ് ആവുന്നത്. അല്ലാതെ ഇപ്പോൾ പംകിന്റെ പോളൻ ഗ്രെയിൻ വന്ന് ആഷ് ഗാർഡിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഡിസ്ട്രോയ് ആയി പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടാകുന്നില്ല. അപ്പം അതാണ് പറയുന്നത്. അപ്പം നോർമലി നമുക്ക് എന്താണ് 2 തരത്തിലുള്ള പോളിനേഷൻ ആണ് ഉണ്ടാവുന്നത്. 2 തരത്തിലുള്ള പോളിനേഷൻ എന്ന് പറയുന്നത്, പോളിനേഷൻ എന്താണ്, ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ദി പോളൻ ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. നോർമലി നമുക്ക് 2 തരം പോളിനേഷൻ ഉണ്ട്. ഒന്ന് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം, ഇറ്റ് ഈസ് എ പോളിനേഷൻ ഓഫ് എ ഫ്ലവർ ബൈ എ പോളൻ ഫ്രം സെയിം ഫ്ലവർ ഓർ ഫ്രം അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരു സെയിം പ്ലാന്റിൽ തന്നെ ഒന്നെങ്കിൽ ആ പ്ലാന്റിൽ തന്നെ സെയിം ഫ്ലവർ ആയിരിക്കാം, അല്ല എങ്കിൽ ആ സെയിം പ്ലാന്റിൽ തന്നെ വേറെ ഫ്ലവറുമായിട്ടാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ സെൽഫ് പോളിനേഷൻ എന്നും. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ബിറ്റ്വീൻ എ ഫ്ലവർ ഓഫ് 2 ഡിഫറെന്റ് പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരു സെയിം സ്പീഷീസിലെ തന്നെ പല പ്ലാന്റിലെ ഫ്ലവേഴ്സുമായിട്ടാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിന് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെൽഫ് പോളിനേഷൻ? സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിം ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയായിരിക്കും, പക്ഷെ ആ സെയിം പ്ലാന്റിന് പലതരം ഫ്ലവേഴ്സ് ഉണ്ടാവും. സോ ചിലപ്പോൾ ആ ഒരു സെയിം ഫ്ലവർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സെയിം പ്ലാന്റിൽ തന്നെ വേറെ ഫ്ലവറുമായിട്ടാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ സെൽഫ് പോളിനേഷൻ എന്നും. എന്നാൽ സെയിം സ്പീഷീസ് ആണ്, പക്ഷെ അതിന്റെ പല പ്ലാന്റുമായിട്ടാണ് പ്ലാന്റിൽ ഫ്ലവേഴ്സുമായിട്ടാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ ക്രോസ് പോളിനേഷൻ എന്നും വിളിക്കുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോളിനേഷന് ശേഷം എന്താവുന്നു, മെയിൽ ഗാമേറ്റ് ഓവറിലേക്ക് എത്തുകയും അത് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, ഒരു ഫ്രൂട്ടായിട്ടാണത് മാറുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എന്താ പറയുക, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ടിനെ പറ്റിയാണ് പറയാനുള്ളത്. ദാറ്റ് ഈസ് നമുക്ക് സിമ്പിൾ ഫ്രൂട്ട് ഉണ്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി 1 ഫ്രൂട്ട് ഇസ് ഫോം ഫ്രം ഈച്ച് ഫ്ലവർ. ഓരോ ഫ്ലവറിൽ നിന്നും ഒരു ഫ്രൂട്ട് മാത്രം ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ്, ഇപ്പോൾ മാംഗോ, അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ, ഇതൊക്കെ എന്താണ് നമ്മുടെ സിമ്പിൾ ഫ്രൂട്ടാണ് പറയുന്നത്. വെച്ചാൽ ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഫ്രൂട്ടേ ഫോം ചെയ്യുള്ളൂ. എന്നാൽ ചിലതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ഇതിലെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ, ഇഫ് മോർ ദാൻ 1 ഫ്രൂട്ട്, ഒന്നിൽ കൂടുതൽ ഫ്രൂട്ടുകളാണ് ഒരു ഫ്ലവറിൽ നിന്ന് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ കസ്റ്റാർഡ് ആപ്പിൾ, ബ്ലാക്ക്ബെറി, പോളിയെത്തിയ ഫ്രൂട്ട്, ഇതൊക്കെയാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. ഇപ്പോൾ ഒരു ഫ്രൂട്ട് മാത്രമാണ് ഒരു ഫ്ലവറിൽ നിന്ന് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയും. എക്സാമ്പിൾ ടൊമാറ്റോ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട് ഒരു ഫ്ലവറിൽ നിന്ന് ഫോം ചെയ്യുവാണെങ്കിൽ അതിന് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയും. അത് ഏതൊക്കെയാണ് എക്സാമ്പിൾ? കസ്റ്റാർഡ് ആപ്പിൾ, ബ്ലാക്ക്ബെറി ഒക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്. ഇനി നമ്മളിപ്പോൾ എന്താ പറയുക, ചിലതെന്ന് പറഞ്ഞാൽ വേറൊരു തരം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചക്ക ഉണ്ടല്ലോ, ചക്കേനെ എടുക്കുവാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ ഒന്നാണ്, പക്ഷെ അതിൽ കുറേ ഉണ്ട്, ഒന്നല്ല. ഇപ്പം നമ്മൾ ചക്ക മുറിക്കുന്ന സമയത്ത് നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ചക്കക്കുരു ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ചക്ക ചവണി ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ചക്ക എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രൂട്ടിനെയാണ് നമ്മൾ ചക്കച്ചൊള എന്ന് പറയുന്നത്. അതിൻ്റെ സീഡ്, അതിൻ്റെ കുരുവാണ് ചക്കക്കുരു. അപ്പോൾ എന്താണ്, അതിൻ്റെ തന്നെ ചില ഫ്ലവേഴ്സ് ഫ്രൂട്ടായിട്ട് മാറില്ല. ആ ഫ്രൂട്ട് ആവാത്ത മാറുന്ന സാധനത്തിനെയാണ് നമ്മൾ ചക്ക ചവണി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ചക്ക എന്ന് പറയുമ്പോൾ
അതിൽ എന്തുണ്ട്, ഫ്രൂട്ട് ഉണ്ട്, സീഡ് ഉണ്ട്, ഫ്ലവർ ആയിട്ട് ഫ്രൂട്ടായിട്ട് മാറാത്ത ഭാഗമുണ്ട്. അപ്പോൾ അതിൽ 3 സംഭവമാണ് ഉള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. വെച്ചാൽ ദേ ആർ ഓൾ അറേഞ്ച് ഇൻസൈഡ് എ കോമൺ കവറിങ് ആസ് എ സിംഗിൾ ഫ്രൂട്ട്. ഒരു സിംഗിൾ ഫ്രൂട്ട് ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറേ സംഭവങ്ങളുണ്ട്. ഒരു ചക്കച്ചോളയുണ്ട്, ചക്കക്കുരു ഉണ്ട്, അതുപോലെ തന്നെ അതിന് ചക്കച്ചാവണിയുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദേ ആർ ദ ഫ്രൂട്ട്സ് ദാറ്റ് ആർ അറേഞ്ച് ഇൻസൈഡ് എ കോമൺ കവറിങ് ആസ് എ സിംഗിൾ ഫ്രൂട്ട്. ഒരു സിംഗിൾ ഫ്രൂട്ട് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ ഒക്കെ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഫ്രൂട്ട് ഉണ്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഫോൾസ് ഫ്രൂട്ടാണ്. ട്രൂ ഫ്രൂട്ട്സും ഉണ്ട്, അതുപോലെ നമുക്ക് ഫോൾസ് ഫ്രൂട്ട്സും ഉണ്ട്. ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്ലാന്റ്സിൽ എന്ന് പറയുമ്പോൾ പെഡിസെൽസ്, തലാമസ് അങ്ങനെയുള്ള പാർട്ടിൽ നിന്ന് ഒരു ഫ്രൂട്ട് പോലെയുള്ള സ്ട്രക്ചറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിള്, പിയർ, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എന്ത്, ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് പറയേണ്ടത് വെച്ചാൽ എന്താ പറയുക, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ചില പ്ലാന്റ്സിൽ എന്ന് പറയുമ്പോൾ ചില പാർട്സ്, പെഡിസെൽസ്, തലാമസ് എന്നുള്ള പാർട്സിൽ നിന്ന് ചിലർ എന്ത് ചെയ്യും, ഒരു ഫ്രൂട്ട് പോലെയുള്ള സ്ട്രക്ചറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആപ്പിള്, പിയർ. സോ ഇതാണ് നമ്മൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത്, ഫ്ലവർ ടു ഫ്ലവർ. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ, പിന്നെ പാർട്സ് ഓഫ് എ ഫ്ലവർ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. Subscribe for more content.